ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നാട്ടുകാരും കൂട്ടുകാരും ഓഫീസിലെ കൂട്ടുകാരും എല്ലാവരും കൂടെ അടിപൊളിയാക്കിയ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. വിയർത്ത് കുടിച്ച് ദിവസം മുഴുവൻ സൈറ്റിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷന്. അപ്പോൾ അതിലിരിക്കുന്ന ആളുകളെ ഇത് കണ്ടിട്ട് നിങ്ങളൊന്നും പറയരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്നലെയാണ്. അത് മിനിങ്ങാന്ന് രാത്രി 12 മണിക്ക് ഉറങ്ങി എന്നെ കുത്തിപ്പൊക്കി കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 കേക്ക് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫോട്ടോസ് വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു. രാത്രി കേക്ക് കട്ടിയപ്പം വീഡിയോ എടുത്തില്ല. ഇത് സൈറ്റിൽ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. രണ്ട് കേക്ക് വാങ്ങുന്നത് സൈറ്റിലെ സ്റ്റാഫും പിന്നെ ഒന്ന് കോൺട്രാക്ടേഴ്സുമാണ്. അപ്പം ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫും പിന്നെ ടാറ്റയുടെ പ്രൊജക്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. ടാറ്റയുടെ സ്റ്റാഫും ഒക്കെയാണ് ഓഫീസിലെത്തിയിരിക്കുന്നത്. കേക്ക് വളരെ സന്തോഷപൂർവ്വം കട്ട് ചെയ്തു. കൊളസ്ട്രോൾ ആയതുകൊണ്ട് കേക്ക് വേണ്ടെന്ന് ഞാൻ ആകുന്നത് പറഞ്ഞിട്ട് ഇത് രാജ് എനിക്ക് വേണ്ടി ഒരു സോങ് ഡെഡിക്കേഷൻ രാജ് ഞങ്ങളുടെ ആസ്ഥാന ഗായകനാണ്. अपना ही साया देख के तुम जाने जहां शर्मा गए अभी तो ये पहली मंजिल है तुम तो अभी से घबरा गए मेरा क्या होगा सोचो तो जरा ऐसे ना है भरा कीजिए ओ मेरे दिल के चैन आए मेरे दिल को दुआ कीजिए ओ मेरे दिल के चैन आए मेरे दिल को दुआ कीजिए ओ मेरे. ഞാൻ ഓഫീസിലെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അങ്കുഷ് എന്ന് പറയുന്നത്. അങ്കുഷിൻ്റെ വീട്ടിലേക്ക് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി വന്നു. ഈ അങ്കുഷിൻ്റെ വൈഫ് അങ്കുര, അവരുടെ കല്യാണം ആക്ച്വലി ഞാനാണ് നടത്തി കൊടുത്തത്. അത് അവരുടെ വീട് ഓൾഡ് മുംബൈ പൂന ഹൈവേക്ക് അടുത്തുള്ളൊരു ബിൽഡിങ്ങിലാണ്. ഇതാ ഈ കാണുന്ന ഓൾഡ് മുംബൈ പൂന ഹൈവേയിലെ ട്രാഫിക്കാണ്. കണ്ടാൽ നല്ല ഭംഗിയാണ് അവരുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ. അതുപോലെ അതൊരു മലഞ്ചെരുവിലുള്ള ബിൽഡിങ്ങാണ്. ഭയങ്കര തണുത്ത കാറ്റാണ് അവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അവരുടെ ഫ്ലാറ്റാണത്. അവർ ഇതിനു വേണ്ടി ഇന്നത്തെ പാർട്ടിക്ക് വേണ്ടി മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ മീൻ കറി, മീൻ വറുത്തത്, പിന്നെ മില്ലറ്റിൻ്റെ റൊട്ടി, പ്രോൺസ് ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതിൻ്റെ തിരക്കിലായിരുന്നു അങ്കുര. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഫിഷ് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇതാണ് മില്ലറ്റിൻ്റെ റൊട്ടി. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് സെറിമണി ഉണ്ട് അവിടെയും. അതിൽ ഈ കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. ഇത് 5ാമത്തെ കേക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പലതരം ഫ്ലേവേഴ്സിലുള്ള കേക്ക്. അങ്കുഷ് പറഞ്ഞിട്ട് കേട്ടില്ല. ഇതുപോലെ അങ്കുരയുടെ വീട് അത് എൻ്റെ ഹഡപ്സറിലെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നടത്തിയ കല്യാണമാണ് അവരുടെ. അപ്പം ഇതിൽ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ആരതി ഒഴിയും. ഇത് അങ്കുര ആരതി ഒഴിയാണ്. ഇങ്ങനെ എന്തെങ്കിലും കണ്ണുദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ കുങ്കുമം തൊടിയിച്ച് തലയിൽ അക്ഷത ഇട്ട് ഇങ്ങനെ ആരതി ഒഴിയും. നമുക്ക് മധുരവും തരും കേട്ടോ. പഞ്ചസാര തരണ്ടാന്ന് ഞാൻ പറഞ്ഞു, കാരണം ഷുഗർ ഉള്ളത് കൊണ്ട് കുഴപ്പമാകുമെന്ന് പറഞ്ഞ്. ഇത് അങ്കുരയുടെ ആങ്ങളയുടെ ഭാര്യയാണ്. അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഇങ്ങനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. കുട്ടികൾ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് അത്ര ദൂരേന്ന് എടുത്തേക്കുന്നത്. നമ്മളെ കുങ്കുമം തൊടിയിപ്പിക്കുമ്പോൾ നമ്മളും അവർക്ക് കുങ്കുമം തൊട്ട് കൊടുക്കണമെന്നാണ്. ഇത് അങ്കുരയുടെ ആങ്ങളയുടെ കുട്ടിയാണ്. ആക്ച്വലി 1, 3, 5 അങ്ങനെ ഉള്ള ആളുകൾ അങ്ങനെയാണ് ആരത്തി ഊഴിയേണ്ടത്. കൊച്ചിനും അറിയാം, നമ്മുടെ കുട്ടികളെ പോലെയൊന്നും അല്ല, ഇവിടുത്തെ പിള്ളേർക്കൊക്കെ പൂജയൊക്കെ ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഇതാണ് അങ്കുഷ്. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരെല്ലാവരും വന്ന് നമസ്കരിക്കും. അതൊക്കെ അവരുടെ ഒരു കസ്റ്റമാണ്. നമ്മളെല്ലാവരെയും അങ്ങ് ആശീർവദിച്ചു വിട്ടു. ഇതൊരു മാംഗോ കേക്കാണ് മേടിച്ചത്. പല ഫ്ലേവറിലുള്ള കേക്ക് ഉണ്ടായിരുന്നു.